പിന്നെ ഇബാദത്ത് എന്ന് പറഞ്ഞാല് മുഹമ്മദ് നബിക്ക് ഇബാദത്ത് ചെയ്യാതല്ലേ അർത്ഥം? ജമാഅത്തുകാർ മുഹമ്മദ് നബിക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട് എന്നല്ലേ അർത്ഥം? അപ്പോഴും പ്രശ്നമായി. അപ്പോഴും പിന്നെ നമുക്കാ പ്രശ്നം. എന്ത്? നിങ്ങൾ കുതിർക്ക നടത്താണ്. നമ്മളൊരു കുതിർക്കും നടത്തുന്നില്ല. നമ്മൾ നേർക്കുന്നേരെ കാര്യം പറഞ്ഞാൽ കുതിർക്ക നടത്താൻ വന്നാരാ? ജമാഅത്ത് ഇസ്ലാമിയാണ്. കുതിർക്ക് നിങ്ങളുടെ ദീൻ അപൂർണാണ്, തൗഹീദ് അപൂർണമാണ്, തൗഹീദ് പൂർണ്ണല്ല എന്ന് പറഞ്ഞ് കുതിർക്ക നടത്തിയ ജമാഅത്ത് ഇസ്ലാമിയ. ആ സമയത്ത് മാന്യായി ഞങ്ങളത് സ്വീകരിക്കണമെങ്കിൽ, ആ വാദം ഞങ്ങൾ സ്വീകരിക്കണമെങ്കിൽ വ്യക്തമായ ന്യായം വേണ്ടേ, തെളിവ് വേണ്ടേ, ദലീല് വേണ്ടേ, ബുർഹാൻ വേണ്ടേ? എവിടെയത്? അതാ ചോദിച്ചത്. ഇനി അത് മാത്രല്ല, അപ്പൊ മൂപ്പര് കിട്ടി എന്ത്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നിങ്ങൾ ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾ പറഞ്ഞുതരാം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ എന്ന് പറഞ്ഞാൽ ബാപ്പയോട് സഹായം തേടുന്നില്ലേ, ഉമ്മയോട് സഹായം തേടുന്നില്ലേ? എന്തായി? ഞങ്ങൾക്ക് മറുപടി ഉണ്ട്, പറഞ്ഞു കൊടുക്കാൻ. ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ മറുപടി ഉണ്ട്. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ അത് ദുആയാണ്, പ്രാർത്ഥനയാണ്. അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. അതിന് പ്രമാണമുണ്ട്, തെളിവുണ്ട്. അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ, ഞങ്ങൾ വിശദീകരിക്കുന്നത് പോലെ അല്ലാഹുവിനെ മാത്രം അനുസരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ നിരുപാധികം സ്വാഭാവികം എന്ന് പറഞ്ഞിട്ട് പോലും ഒക്കാത്ത രൂപത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമി അതുപോലെയാണ് ഇത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് തെളിവാവുക? ഒന്നിനോട് ഉപമിക്കുമ്പോ അത് തമ്മിൽ സാദൃശ്യമാണല്ലോ, എങ്കിലല്ലേ ഉപമയാവുള്ളൂ. ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നതും നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറയുന്നതും നിന്നെ മാത്രം അനുസരിക്കുന്നു എന്ന് പറയുന്നതും നിനക്ക് മാത്രം അടിമപ്പെടുന്നു എന്ന് പറയുന്നതും ഒരുപോലെയല്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ദലീലിന്റെ അടിസ്ഥാനത്തിൽ, തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇയ്യാക നഅ്ബുദു നസ്തഈൻ എന്ന് പറഞ്ഞാൽ എന്താണ് വിശദീകരിച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ ജമാഅത്ത് ഇസ്ലാം വിശദീകരിച്ചു തരട്ടെ. എന്താണ് നിനക്ക് മാത്രമുള്ള അനുസരണം എന്ന് പറഞ്ഞാൽ? എന്താണ് നിനക്ക് മാത്രം അടിമത്തം എന്ന് പറഞ്ഞാൽ? നിരുപാധികമായ അടിമത്തം എന്ന് പറഞ്ഞാൽ അത് വിശദീകരിച്ചു തരേണ്ടതുണ്ട്. പക്ഷേ അതൊന്നല്ല ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞെന്നുള്ളതാണ് സത്യം. ഈ പറയുന്ന ഒന്നല്ല, ഇതൊന്നും ജമാഅത്ത് ഇസ്ലാമിക്ക് തെളിവല്ല. ജമാഅത്ത് ഇസ്ലാമിക്ക് സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ദീൻ അതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതിന്റെ ഉസൂലുകളൊന്നും ശരിയായില്ലെങ്കിലും എന്ത് ശരിയാകണം? നമ്മുടെ മൗദൂദി സിദ്ധാന്തം നടപ്പായി കിട്ടണം. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരായ ആളുകളുടെ ഏതെങ്കിലും ഒരു മൂലയിലോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു പോക്കറ്റിലോ കയറിയിരിക്കാൻ, അതുപോലെ അവരുമായി ചേർന്നിട്ട് 2 ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തിട്ട് അതുവഴി കിട്ടുന്ന ഏതെങ്കിലും വിവേചനം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ, അല്ലെങ്കിൽ വിലപേശാൻ, അതിനെ ഈ ദീനിനെ ഉപയോഗപ്പെടുത്തണമെന്ന ദുർവാശി, ആ ദുർവാശിയെ മാറ്റി ഇസ്ലാമിക്കുണ്ട്. ആ ദുർവാശി നടപ്പാക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ എന്തെടുക്കുന്നു? അതിനെ ചവിട്ടി മതിക്കുന്ന രംഗമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അതുകൊണ്ട് അവസാനിക്കുന്നില്ല. വീണ്ടും അദ്ദേഹം പറയാൻ എന്താ പറയുന്നു? യഥാർത്ഥത്തിൽ ഇത് തന്നെ മുജാഹിദ് സഹോദരന്മാർക്ക് സംഭവിച്ചു. ആരാധന എന്നൊരു മലയാള പദമാണ്. ആരാധന എന്ന മലയാള പദത്തിന്റെ അർത്ഥം ബഹുമാനം, സ്നേഹം, ആദരവ് എന്നൊക്കെയാണ്. അതുകൊണ്ട് മലയാളത്തിൽ പ്രേം നസീറിന്റെ ആരാധകർ എന്ന് പറയാറുണ്ട്. അതുപോലെ ആരാധ്യനായ അധ്യക്ഷൻ എന്ന് പറയാറുണ്ട്. ചില ടൂറിസ്റ്റ് ഹോമിന് പോലും ആരാധന ടൂറിസ്റ്റ് ഹോം പേരുണ്ട്. അപ്പോൾ ആരാധന എന്ന മലയാള പദത്തിന് അത്രയേ അർത്ഥമുള്ളൂ. പക്ഷേ ആ ആരാധന എല്ലാവരോടും ആകാമല്ലോ, ബഹുമാനം എല്ലാവരോടും ആകാം. അതുകൊണ്ടാണ് ആരാധനയ്ക്ക് തന്നെ ഒരു പ്രത്യേകമായ വ്യാഖ്യാനം നൽകുവാൻ മുജാഹിദ് സഹോദരന്മാർ നിർബന്ധിതരായത്. ആരാധ്യൻ എന്ന് വെച്ചാൽ മറഞ്ഞ വഴിയിൽ ഗുണം ആശിക്കുകയോ ദോഷം പേടിക്കുകയോ ചെയ്യുക മൂലം വന്ദിക്കുവാനും ബഹുമാനിക്കുവാനും തരപ്പെട്ടവൻ എന്നാണല്ലോ. അങ്ങനെ ആരാധ്യന്റെ പത്തനർത്ഥയില്ല. നിങ്ങൾ മലയാളത്തിലെ ഏത് ഡിക്ഷണറി എടുത്ത് നോക്കൂ, ഏത് മലയാള സാഹിത്യ കൃതി എടുത്തു നോക്കൂ, അതിൽ ആരാധ്യൻ എന്ന് വെച്ചാൽ മറഞ്ഞ വഴിയിൽ ഗുണം നാശിക്കുകയോ ദോഷം പേടിക്കുകയോ ചെയ്യുക മൂലം വന്ദിക്കുവാനും ബഹുമാനിക്കുവാനും തരപ്പെട്ടവൻ എന്നൊരർത്ഥമുണ്ടോ? എവിടെയും കാണുക സാധ്യമല്ല. തനിക്ക് തോന്നിയ അർത്ഥമൊക്കെ മലയാളത്തിലെ പദത്തിൽ വെച്ച് കെട്ടിയാൽ അത് അവരെ അംഗീകരിക്കുള്ളൂ, മലയാള ഭാഷയിൽ ആരും അംഗീകരിക്കുകയില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക സാങ്കേതിക പദം ഉപയോഗിച്ച് ആരാധ്യൻ എന്ന് പറയുമ്പോൾ ഇത് ചേർക്കേണ്ടതുണ്ട്. അതതിന്റെ വിശദീകരണമാണ്. അത് ഇസ്ലാമിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധ്യനാണെന്ന് പറയുമ്പോൾ ചേർക്കേണ്ടി വരുന്ന കാര്യമാണ്. എന്ത്? മറഞ്ഞ വഴിയിലൂടെ, അല്ലെങ്കിൽ ഗൈബിയായ മാർഗത്തിലൂടെ, അല്ലെങ്കിൽ അഭൗതികമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിച്ചും ദോഷം ഭയപ്പെട്ടുകൊണ്ടും ചെയ്യുന്ന ബഹുമാനവും ആദരവും വന്ദനയുമാണ് ആരാധന എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോഴാണ് ഇവിടെ മറഞ്ഞ വഴി എന്ന് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ തെളിഞ്ഞ വഴിയിൽ കൂടിയുള്ള ഗുണം ആശിക്കുകയും ദോഷം ഭയപ്പെടുകയും ചെയ്യുക മൂലം എത്ര തന്നെ ബഹുമാനിച്ചാലും ആരാധന ആവുകയില്ല. സൽസബീൽ പുസ്തകം 2 ലക്കം 1 പേജ് 5.
ഇവിടെ ആരാധന എന്ന മലയാള പദത്തിന് പോലും പുതിയ അർത്ഥവും പുതിയ വ്യാഖ്യാനവും നൽകേണ്ടി വരികയാണ് ചെയ്തത്. ഇത് യഥാർത്ഥത്തിൽ ഒരിക്കലും ആവശ്യമുള്ള കാര്യമല്ല, ഇത് വേണ്ടിയിരുന്ന ഒരു കാര്യമല്ല, ഇത് ചെയ്യേണ്ട ഒരു കാര്യവുമല്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരർത്ഥം ആരാധനക്കില്ല എന്നർത്ഥം. മലയാളത്തിലൊരർത്ഥമില്ല. പക്ഷെ ഇസ്ലാമിലെ സാങ്കേതിക പദത്തെ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ വേണ്ടി വരുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഗതികേടിലാണ് മുജാഹിദ് സഹോദരന്മാർ അകപ്പെട്ടു പോയത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കണ്ടോ, മുജാഹിദിന് ഗതികേടിലാണ്. കാരണം എന്താ? ഇബാദത്തിന് ആരാധന എന്ന അർത്ഥം പറഞ്ഞു. അപ്പൊ ഇവരെന്താവും? മൂന്നർത്ഥത്തിൽ ഒരർത്ഥം എന്താ അവർക്ക്? ആരാധന. ആരാധന എന്ന് മുജാഹിദിൽ പറഞ്ഞ ഗതികേടിലാണെങ്കിൽ ഇവരെവിടെയായിരിക്കും? അപ്പോ ആരാധന എന്ന് പറയുന്ന വാക്ക്, ആ വാക്കിനെ പോലെ നിൽക്കുക എങ്ങനെയെങ്കിലും ഒന്ന് വലിച്ചിട്ടാൻ പറ്റുമോ? അതങ്ങനെ വലിയ സാധനമല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇബാദത്ത് പോലല്ല ആരാധന എന്നുള്ളത്. അത് നല്ല ഉറപ്പുള്ള സാധനം, അത് അസ്ലുള്ള സാധനമാണ്, അത് മനസ്സിലാകുന്ന സാധനമാണ്. പടച്ചോമ്പുരാൻ ഓരോ ഭാഷ ഇറക്കുന്നുണ്ട് ജനങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനും വേണ്ടിയാണ്. ആരാധന എന്ന പദം മലയാളമാണ്. പക്ഷെ ആ മലയാള പദം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തത്വം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു നാമം അല്ലാഹു എല്ലാത്തിനും ആദ്യം പഠിപ്പിച്ചിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ നാമം എന്താണ്? ആരാധന എന്താണ്? ആ ആരാധന എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാവും. പക്ഷേ ഒരു ഡയറക്ടർ വന്നിട്ട് ഒരു പരിഭാഷ അല്ലെങ്കിൽ ഒരു ഡിക്ഷണറി കാണിച്ചാൽ തീരുന്ന വിഷയമല്ല. ചില ആൾക്കാർക്ക് അതൊരു വീക്ക്നെസ്സാ ഡിക്ഷണറി. അപ്പോ ആ ഡിക്ഷണറി വീക്ക്നെസ് ആയി സ്വീകരിച്ച ആൾക്കാർ ഡിക്ഷണറി ആയിട്ട് വരും. എന്തായാലും നിങ്ങൾ നോക്കൂ, ആ ഡിക്ഷണറി കൊണ്ട് പരിഹരിക്കോ ഇല്ല. ഡിക്ഷണറി കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ജമാഅത്തിന് അനുകൂലമായ എന്തെങ്കിലും കിട്ടോ ഇല്ല. കാര്യം പ്രതികൂട്ടിലാകുന്നത് ജമാഅത്ത് തന്നെയാണ്, ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്. കാര്യം എന്താ? പ്രബോധനം പറയട്ടെ. എന്നാൽ ഇബാദത്തിനു സമാനമായി ഒരു മലയാള ശബ്ദം തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഉചിതമായ പദം ആരാധന തന്നെയാണ്. കാരണം ഇബാദത്തിന്റെ ആശയം ആരാധനയോളം ഉൾക്കൊള്ളാൻ പര്യാപ്തമായ മറ്റൊരു പദം കാണുന്നില്ല. ഡിക്ഷണറി മറിച്ചിട്ട് കാണുന്നില്ല. എന്നിട്ടോ ആരാധനക്ക് ഇന്നറിയപ്പെടുന്ന പൂജാ, സേവ എന്നിവയിൽ കവിഞ്ഞ അർത്ഥതലങ്ങൾ ഉണ്ടെന്നും വിഗ്രഹാരാധനയുടെ വളർച്ചയാൽ അത് ചുരുങ്ങിപ്പോയതാണെന്നും ആധികാരിക ഭാഷാഗ്രന്ഥമായ മലയാളം ലക്സിക്കണും സർവവിജ്ഞാനകോശവും വ്യക്തമാക്കുന്നുണ്ട്. കാരക്കൊന്ന് പോയി പഠിക്കുന്ന പറഞ്ഞത് ഡിക്ഷണറി കാണുന്നില്ല. ഏത് ഡിക്ഷണറി? 10 രൂപ കിട്ടിയ ബസ് സ്റ്റാൻഡിൽ 10 രൂപക്ക് ബസ് സ്റ്റാൻഡിൽ കിട്ടിയ ഡിക്ഷണറിയാണ് നോക്കുന്നത്. അല്ല, പോയി മലയാളം ലെക്സിക്കൺ നോക്ക്, സർവവിജ്ഞാനകോശം നോക്ക് എന്ന് ആരാ പറയണത്? പ്രബോധന പറയുന്നത്. അതുകൊണ്ട് ആരാധന എന്ന പദത്തിന്റെ വിവക്ഷണത്തിൽ ഇബാദത്തിന്റെ ആശയം പൂർണ്ണമായി ആരോപിക്കുന്നതിൽ അപാകതയൊന്നുമില്ല.